14-ാം നമ്പർ അത് ഇതിന് തൊട്ടടുത്താണ്. അവിടെ ഇന്നലെ ശക്തമായ ഒരു തെളിവ് അവശേഷിക്കുമെന്നാണ് എപ്പോഴും നമ്മൾ പറയാറ്. ഇവിടെ ആ ഒരു വലിയ തെളിവായത് ആ ശുചീകരണ തൊഴിലാളിയാണ്. കാരണം അദ്ദേഹമാണ് ഇത്ര വലിയൊരു കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ഒരാൾ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ 13-ാം നമ്പർ അവിടെ ഒരു മൃതദേഹമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് ന്യൂസ് 8-ന്റെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ ആ തെളിവുണ്ടാകും. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് അല്ലെങ്കിൽ കുഴിച്ച് പരിശോധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? കാരണം അത്രമാത്രം ആഴത്തിലുള്ള കുഴിച്ച് പരിശോധിക്കൽ വേണ്ടിവരും. ഭവ്യ, നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവിടെ വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ടില്ല എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ കുഴിച്ചാൽ തന്നെ ഇവിടെ മൃതദേഹ അവശിഷ്ടം ലഭിക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ ഇദ്ദേഹം വനത്തിനകത്ത് നിന്നും സ്വന്തം നിലയിൽ, അതായത് തെളിവിനായി ഒരു മൃതദേഹം കുഴിച്ചെടുത്തിരുന്നു. അത് ഏതാനും മിനിറ്റുകൾ മാത്രം കൊണ്ടാണ് അത്തരത്തിൽ മൃതദേഹം കുഴിച്ചെടുക്കാനായത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഇവിടെ സാധാരണ രീതിയിൽ തന്നെ കിളച്ചാൽ ഇവിടെ ഈ മൃതദേഹാവശിഷ്ടം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള സാധ്യതകൾ തേടുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ 13 സ്ഥലങ്ങളിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ 13-ാം നമ്പർ നമുക്ക് തത്സമയം പ്രേക്ഷകർ കാണിക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണാം. വളരെ വേദന തോന്നുന്നു. ഒരുപാട് സ്കൂളിലേക്ക് യൂണിഫോമുമായി ഒക്കെ പോകുന്ന, സ്കൂൾ ബാഗുമായി പോകുന്ന കുട്ടികൾ, അത്തരം ആളുകളെ പോലും അതിനീചമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആരുടേതാകും ഈ മൃതദേഹം? അത് വലിയ ചോദ്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതും വലിയ ചോദ്യമാണ്. അത്തരത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടവരും അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ കുഴിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. കാരണം അമ്മ സുജാത ഭട്ട് പറഞ്ഞ സാദൃശ്യം പലതും നോക്കുമ്പോൾ അത്തരത്തിലൊരു മൃതദേഹം. ഇനിയിപ്പോൾ ഈ 13-ാം നമ്പർ ആയിരിക്കുമോ അനന്യ ഭട്ടിന്റെ മൃതദേഹം? വർഷങ്ങൾക്ക് മുൻപ്, 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആ MBBS വിദ്യാർത്ഥിനി വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിൽ അമ്മ MBBS പഠനത്തിന് വിട്ടു. തന്റെ സഹപാഠികൾക്കൊപ്പം നാട് കാണാൻ വന്നു. ഒടുവിൽ ഇവിടെ മണ്ണിനടിയിൽ ഇത്തരത്തിൽ കിടക്കേണ്ടി വന്നു. വലിയ തോതിലുള്ള ബലാത്സംഗത്തിന് ഇരയായ അത്തരത്തിൽ ഇതായി. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഓരോ മൃതദേഹങ്ങൾ തനിക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും സങ്കടകരമായ രീതിയിൽ ആണെന്നാണ്. ഈ സ്ഥലം ഇത് ഇപ്പോൾ ഇതിലെ ഒരു റോഡുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇത്ര അരികിലാണ് ഇങ്ങനൊരു മൃതദേഹമുള്ളത്. ഈ പരിസരത്തൊക്കെ, ഈ കാടിനകത്തൊക്കെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ട്. ഇത് 2014 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി അതിനുശേഷം എത്ര പേരെ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നതാണ് വലിയ ചോദ്യമായി വരുന്നത്. ഏതായാലും 100ഓളം മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളി തന്നെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം. ഈ 13 ഇടങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കുമോ? അതാണ് ഏറ്റവും പ്രധാനം അറിയേണ്ടത്. മുഴുവൻ ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അത്രമാത്രം രഹസ്യങ്ങൾ അവിടെ മൂടിക്കിടപ്പുണ്ട്. നമുക്കറിയാം, ഈ ഒരു അന്വേഷണത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്താൻ എത്രമാത്രം വലിയ വഴികൾ താണ്ടേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം ആണല്ലോ. തീർച്ചയായും വളരെ നിർണായകം എന്ന് പറയേണ്ടി വരും ഭവ്യ. കാരണം ഈ മൃതദേഹം ഇത്തരത്തിൽ 100 മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ നമുക്കറിയാം, സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും നമ്മൾ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതും പ്രായപൂർത്തിയാകാത്ത സ്കൂളുകളിലേക്കും മറ്റും പോകുന്നുണ്ടായ അതേ യൂണിഫോമിൽ ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയായും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടും ഇവിടെ കൊലപ്പെടുത്തി ഒടുവിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരാൾ കൊണ്ട് അത് കുഴിച്ചു മോടിപ്പിക്കുന്നു. അത് ഈ പ്രദേശങ്ങളിലെല്ലാം ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയാൽ ഭവ്യ നമുക്ക് കാണാം, കാട് പിടിച്ചു കിടക്കുന്നതാണ്. ഇത് വളരെ അടുത്താണ്, സ്നാനഘട്ട തൊട്ടപ്പുറത്താണ്, പുണ്യനദി എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഇവിടെ എത്തുന്ന ആളുകൾ ഈ പുഴയിൽ ഇത്തരത്തിൽ മുങ്ങിക്കുളിക്കും. ഒപ്പം പണം പോലും ഈ പുഴയിൽ നിക്ഷേപിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അത്രത്തോളം അടുത്ത്, ഒരു സ്നാനഘട്ടയുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തിയതാണ്. ഈ മൃതദേഹങ്ങൾ വ്യാപകമായി കുഴിച്ചിട്ട പ്രദേശമുണ്ട്. അവിടെ തത്സമയം നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. പക്ഷേ ഈ ഒരു സ്ഥലം ഇതാരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്. അത്രത്തോളം തുറന്ന ഒരു പ്രദേശം.
കൂടുതൽ ആളുകൾ സ്ഥിരമായി വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന ഒരു പ്രദേശം. എന്തായാലും SITയുടെ അന്വേഷണം അത് വളരെ വേഗത്തിൽ എന്ന് വേണം പറയാൻ. അത്രത്തോളം ഗൗരവത്തിൽ SIT ഈ വിഷയം എടുത്തിട്ടുണ്ടെന്ന് വേണം. ഈ ഒരു സംവിധാനങ്ങൾ ഇവർ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ കാണുമ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അതീവ സുരക്ഷയോടുകൂടി വലിയ പോലീസ് സന്നാഹത്തോടുകൂടി ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഇവിടെ എത്തുന്നത്, SIT ഉദ്യോഗസ്ഥരെത്തുന്നത്. പിന്നീട് കണ്ടത് 13 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ 13-ാം നമ്പർ, അത് ഏറ്റവും ഒടുവിലായി ഇന്നലെ അടയാളപ്പെടുത്തിയ സ്ഥലമാണിത്. ഇന്ന് 14, ഇന്നലെ മഴ കാരണം 14-ാമത്തെ സ്ഥലം സ്ഥിരീകരിച്ചെങ്കിലും അവിടെ ഇത്തരത്തിൽ അടയാളപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് 14-ാമത്തെ കാര്യത്തിൽ വരുന്നത്. ഒരു പ്രമുഖന്റെ, അതായത് ഉന്നത വ്യക്തിയുടെ എസ്റ്റേറ്റിനകത്താണ് ആ ഒരു മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളത്. എന്നാലും വളരെ നിർണായകമാകും ഇന്നത്തെ ഈ SITയുടെ പരിശോധന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ ഇവിടെ ഈ 13-ാം നമ്പർ ഇതിന്ന് കുഴിച്ച് പരിശോധിക്കുന്ന രീതിയിൽ ഈ 13 വരെയുള്ള സ്ഥലങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാലും അല്പസമയത്തിനകം അതിനെല്ലാം ഒരു സ്ഥിരീകരണം ഉണ്ടാകും. സംഘം SIT സംഘം ശുചീകരണ തൊഴിലാളിയും കൊണ്ട് അല്പസമയത്തിന് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തും. സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്പസമയത്തിനകം എത്തും. RDOയുടെ സാന്നിധ്യം വേണം. RDO ഇന്ന് എത്തുവാണെങ്കിൽ ഈ 13-ാം നമ്പർ ഉൾപ്പെടെ ഈ 13 സ്ഥലങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭവ്യ, SITയുടെ അന്വേഷണം അത് വേഗത്തിലാണ്. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. നമ്മൾക്കടക്കം ആക്ഷൻ കൗൺസിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു SIT, അല്ലേ? തീർച്ചയായും ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തൃപ്തരാണ് അവർ ഈ അന്വേഷണത്തിൽ. കാരണം അവർക്ക് യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒന്നും ഈ സാക്ഷി, അതായത് ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ പോലീസുമായി ഏതെങ്കിലും തരത്തിൽ വിട്ടുകൊടുത്ത്, അതായത് അവർ പറഞ്ഞത് ഈ സ്ഥലങ്ങൾ കാട്ടിത്തരുമെന്നാണ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹകരിക്കാനും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് 15 മണിക്കൂറാണ് ഇത്തരത്തിൽ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നിർണായകമായ വിവരങ്ങൾ SITക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അതായത് ഇത് തന്നെ കൊണ്ട് ആരാണ് ചെയ്യിപ്പിച്ചത്, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെ. ഏതായാലും പല കാര്യങ്ങളും പല ആളുകളെ കുറിച്ചും ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ അതെല്ലാം അന്വേഷണ സംഘമാണ് വെളിപ്പെടുത്തേണ്ടത്. അവർ തന്നെ വെളിപ്പെടുത്തട്ടെ, അവർ തന്നെ കണ്ടെത്തട്ടെ. ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഈ അധമന്മാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും News 18 കൊണ്ടുവന്ന ആ വാർത്ത അതിന്റെ ഫലം കാണുന്നു, അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. 13 സ്ഥലങ്ങൾ ഇന്ന് പരിശോധിക്കും. അതാണ് ഇനി വരും മണിക്കൂറുകളിലെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതാണ് ബൈജു, ഈ ആരോപണ വിധേയരെല്ലാം എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്, അത്ര ഉന്നതരാണ് എന്ന് നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ശുചീകരണ തൊഴിലാളിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയത്ത് തനിക്ക് അവരിൽ നിന്ന് സംരക്ഷണം വേണം, തന്റെ ജീവന് ആപത്തുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, വലിയ ഉന്നതരാണ് ഈ ആരോപണ വിധേയർ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രമാത്രം ഒരു ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ ആരൊക്കെ പെടുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. തീർച്ചയായും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം ഭവ്യ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ദൗത്യം, ഇത്തരത്തിലുള്ള ഒരു വാർത്ത സധൈര്യം ഏറ്റെടുത്ത് News 18 മുന്നോട്ട് പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ മൊത്തം വിലക്കെടുക്കാൻ കഴിയുന്നവർ, ഒരു ഭരണകൂടങ്ങളെ, അതായത് ഈ ഭാഗത്തുള്ള ബൽത്തങ്ങാടി താലൂക്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാൻ കഴിയുന്ന അതാരാണ്? അവർ പുറത്തു വരണം. അത് പോലീസ് തന്നെ അതിന് ഉത്തരം നൽകട്ടെ. എന്തായാലും ഇത്തരം ആളുകളുടെ എസ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. അതും ശുചീകരണ തൊഴിലാളിക്കറിയാം. നേരത്തെ ഒന്നും വെളിപ്പെടുത്താത്തൊരു കാര്യമാണ്. അത് SITക്ക് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഇന്ന് തന്നെ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അത് ഏതായാലും 10 മണിയോടുകൂടി ഈ സംഘം ഇവിടെ എത്തും. അതിനുശേഷം നടക്കുന്ന പരിശോധന വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ വനത്തിനകത്തും അതുപോലെ തന്നെ നേത്രാവതി പുഴയോരത്തും ഒക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹം അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. വരും സമയങ്ങളിൽ അത് എസ്റ്റേറ്റുകളിലേക്കും കൂടി